ഇതിപ്പോൾ 3D പ്രിൻ്റ് ചെയ്തതാണ്. ഇത് എൻ്റെ വീട്ടിലൊരു 3D പ്രിൻ്റർ ഉണ്ട്, അതുകൊണ്ട് 3D പ്രിൻ്റ് ചെയ്തതാണ്. ഈ ഷേപ്പ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു മോഡലായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ പ്രിൻ്റർ അത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി കൈത്തരും. അപ്പം എൻ്റെ റിസർച്ച് എന്ന് പറയുമ്പം 3D പ്രിൻ്റ് ചെയ്യുന്നത് യുറേനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവലിനെ കുറിച്ചായിരുന്നു. അതായിരുന്നു ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. IIT ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർ കുറേ സ്കോളർഷിപ്സ് തന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതൊക്കെ മെറിറ്റ് കം മീൻ സ്കോളർഷിപ്സ് ഉണ്ട് IIT-ൽ. അപ്പം ഇപ്പം നമ്മുടെ ട്യൂഷൻ ഫീസൊക്കെ അതുവഴി അവർ എടുത്തോളും. IIT തന്നെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അത് പറഞ്ഞ കറക്റ്റാണ്. കാരണം IIT-ൽ ആ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത്, ആ റോബോട്ടിക്സ് ടീമിൽ. അപ്പം അതിൽ നിന്നായിരുന്നു ഇങ്ങനെ ഒരു ഹാൻഡ്സ് ഓൺ എഞ്ചിനീയറിങ് എന്താണ്, എന്നിട്ട് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രോബ്ലം എടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൊളാബറേഷൻ എന്താണ്, അതൊക്കെ മനസ്സിലാക്കുന്ന അതിൽ നിന്നായിരുന്നു. എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പോഴേ ആലോചിച്ച് വെക്കണം. ഒരു ഏത് ഫീൽഡാണ് ചെയ്യേണ്ടതെന്ന് വെച്ചത് അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് കുറച്ചുകൂടെ എഫർട്ട് ഇടുക. നമ്മൾ തന്നെ ഒരു തെറ്റുണ്ടാക്കി അതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ബാക്കിയുള്ളവരുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, നമ്മളെ ഒരു സ്റ്റെപ്പ് എഹെഡ് ആക്കും. IIT മദ്രാസിൽ നിന്നാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നും അലുമിനസ് ആണ് അദ്ദേഹം. സോ അദ്ദേഹത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ സ്റ്റുഡൻസിനെയും സക്സസ് സ്റ്റോറീസ് വെന്യൂവിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് അവസാനത്തിൽ സാറിനോട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് Q&A സെഷൻ, Q&A പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാം. സോ ഐ എം ഇൻവൈറ്റിംഗ് മിസ്റ്റർ അനിൽ പ്രസാദ്. അനിൽ പ്രസാദ് സർ, പ്ലീസ്. താങ്ക് യു സോ മച്ച്. സോ അപ്പം ഞാൻ ബേസിക്കലി തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്താണ് സ്കൂളിംഗ് ഒക്കെ ചെയ്തത്. അവിടെ ക്രൈസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. അവിടെയാണ് ഫസ്റ്റ് സ്റ്റാൻഡ് മുതൽ 12 വരെ അവിടെ തന്നെയാണ് പഠിച്ചത്, ഒരേ സ്കൂളിൽ തന്നെ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ IIT മദ്രാസിൽ JEE എഴുതി. അവിടെ നിന്ന് എന്നിട്ട് പിന്നെ IIT മദ്രാസിൽ കയറി. IIT മദ്രാസിൽ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിലാണ് ഞാൻ അണ്ടർ ഗ്രാഡ് ചെയ്തത്. മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ബേസിക്കലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന മെറ്റൽസും മെറ്റീരിയൽസും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, അതാണ് ആ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് തന്നെ അണ്ടർ ഗ്രാഡ് ചെയ്യുമ്പം അവസാനത്തെ വർഷം ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്, തീസിസ് എന്ന് പറയും. അപ്പം ആ തീസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിസർച്ചാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന്. അപ്പം തീസിസ് ചെയ്തതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസറിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കാനഡയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ. അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ ഗ്രാജുവേറ്റ് സ്കൂളിൽ സൂപ്പർവൈസറായിട്ട് വന്ന പ്രൊഫസറിനെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ഒരു 2 മാസം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തപ്പം പുള്ളിക്കും എനിക്കും എന്താ പറയുന്ന, പുള്ളിക്ക് ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വേണമായിരുന്നു, ഞാനും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ എന്താ ഗ്രാജുവേറ്റ് സ്കൂളിൽ മാസ്റ്റേഴ്സും PhD ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടുത്തെ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു, കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസ്. അങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയപ്പോൾ തന്നെ ഇവിടെ ഒരു ആൾ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് അവരുമായിട്ട് വർക്ക് ചെയ്ത പരിചയമുള്ളതുകൊണ്ടും അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവരെന്നെ കൺസിഡർ ചെയ്തു. എന്നിട്ട് സയൻറ്റിസ്റ്റായി. എന്നിട്ടിപ്പം ഇവിടെ 4 വർഷമായിട്ട് ഞാൻ ഇതിൽ തന്നെ വർക്ക് ചെയ്യാണ്. ഇപ്പോഴത്തെ എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവലിലാണ്. ന്യൂക്ലിയറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവലാണ്. അതിൽ നിന്നാണ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രോപ്പർട്ടീസും അതൊക്കെയാണ് എൻ്റെ റിസർച്ച്. അതിൽ സ്പെസിഫിക്കലി നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത് 3D പ്രിന്റിംഗ് യൂസ് ചെയ്ത് ന്യൂക്ലിയർ ഫ്യൂൽ എങ്ങനെ ഉണ്ടാക്കാം. ആ റിസർച്ചിൽ ഇവിടെ കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസ് ആണ് ലോകത്തിൽ തന്നെ ലീഡ് ചെയ്യുന്നത്. നമ്മളാണ് ആദ്യമായിട്ട്
2 വർഷം മുമ്പ് യുറേനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ന്യൂക്ലിയർ ഫ്യൂവൽ. ആ സാധനം ആദ്യമായിട്ട് 3D പ്രിന്റ് ചെയ്തത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നത് നമ്മളാണ്. അതാണ് ഇപ്പോഴത്തെ റിസർച്ച് എൻ്റെ. ഒരു സ്കൂളിംഗ് മുതലുള്ള ഒരു അക്കാഡമിക്സ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ. പിന്നെ സാറൊന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അനിലൊന്ന് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. സോ സ്കൂളിംഗിൽ മുതൽ തുടങ്ങാന്ന് വെച്ചാൽ ബേസിക്കലി 1 മുതൽ 12 വരെ പഠിച്ചത് ക്രൈസ്തവറാണ്. അവിടെ ഒരു നല്ല സ്കൂളായിരുന്നു. ബേസിക്കലി ICSE സിലബസ് ആയിരുന്നു. അവിടെ അത് തിരുവനന്തപുരത്ത് തന്നെ ഒരു ലീഡിങ് സ്കൂള് എന്ന് പറയുന്നത് ക്രൈസ്തവർ. അങ്ങനെ കുറേ സ്കൂൾസ് ഉണ്ട്, അതിൽ ക്രൈസ്തവറും പെടും. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ തന്നെ വീട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം പുള്ളി ഇങ്ങനെ കുറേ വീട്ടിൽ തന്നെ കുറേ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളും തൊട്ടടുത്തുള്ളവരുടെ ടിവിയും റേഡിയോ എല്ലാം അങ്ങനെ സർവീസ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും മാമനും രണ്ടുപേരും ഇലക്ട്രിക്കലായിരുന്നു. അപ്പം മാമൻ ISROയിലായിരുന്നു. അപ്പം അച്ഛൻ കെൽട്രോൺ എന്ന് പറയും, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ്. ഇത് അപ്പം അങ്ങനെ അവർ രണ്ടുപേരും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞാനും അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് റിപ്പയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാനും കൂടെ കൂടും. അങ്ങനെ കൂടി എനിക്ക് എന്നെ എഞ്ചിനീയറിംഗിലോട്ടായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പൊ പിന്നെ അത് തന്നെയായിരുന്നു നാച്ചുറലായിട്ട് സ്റ്റഡി ഫീൽഡായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത് 11നും 12നും ഫീൽഡ് ചൂസ് ചെയ്യേണ്ടി വന്നപ്പോഴും അപ്പം എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്തത്, മാത്സും കമ്പ്യൂട്ടറും. പിന്നെ നാച്ചുറലി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IITs ആണ് ഇന്ത്യയിൽ ലീഡിങ്. അപ്പം അവിടെ കയറണം എന്ന് ആയിരുന്നു അംബിഷൻ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം സാഹചര്യം ഒരുക്കി തന്നത് അച്ഛനും അമ്മയായിരുന്നു. അവര് അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു, മാത്ത് IIT എന്ന് പറഞ്ഞിട്ട്. അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് 11നും 12ും സ്കൂളിൽ പോകുന്നതിന് കൂടെ അവിടെയും പോവായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഉള്ള കോച്ചിങ്ങും നന്നായിരുന്നു. അപ്പം അതിനുശേഷം ഒരുവിധം നന്നായി റാങ്ക് കിട്ടി. പിന്നെ ഈ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് ഞാൻ ശരിക്കും അപ്പം ചൂസ് ചെയ്തതല്ല. കുറേ നമ്മുടെ പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടല്ലോ, പ്രിഫറൻസ് ലിസ്റ്റ് ഇടുമ്പം അതിൽ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ കിട്ടിയപ്പം എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഏത് എഞ്ചിനീയറിംഗ് എന്ന് പണ്ട് പോലെ പ്രത്യേകിച്ച് ഒരു ലീനിങ് ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ ഫീൽഡ് ചൂസ് ചെയ്തത്. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ ഫീൽഡിലേക്ക് ഉള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, പ്രത്യേകിച്ച് ബിടെക് മുതൽ IITയുടെ എക്സ്പീരിയൻസ്? ഞാനപ്പം IITയിലായിരുന്നപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സംഭവങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം IITയിലായിരുന്നപ്പം നമ്മുടെ ഒരു റൊബോട്ടിക്സ് ക്ലബ്ബായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം IIT മദ്രാസിൽ അവരുടെ ഒരു റൊബോട്ടിക്സ് ക്ലബ്ബ്, ഒരു കോമ്പറ്റീഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് IIT മദ്രാസ് റെപ്രസെന്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പം അതിന് ഞാൻ ഫസ്റ്റ് ഇയർ മുതലേ ആ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. നമ്മൾ റൊബോട്ട് ഉണ്ടാക്കും, എന്നിട്ട് ഒരു കോമ്പറ്റീഷൻ കാണും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി സംഭവം. എല്ലാ വർഷവും ഒരു കോമ്പറ്റീഷൻ കാണും. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ടീം ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയുടെ പുറത്ത് പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം അവിടെ നിന്ന് അങ്ങനെ കുറെ ആ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് വന്നു. ശരിക്കും അത് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് അല്ല, പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇതാണ്. ഈ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടീം ബിൽഡിങ്, ടീം മാനേജ്മെന്റ്, അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത്. അതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കാവുന്ന സ്കില്ലുകളല്ല. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഓരോന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടുന്ന സ്കില്ലാണ് ബേസിക്കലി. അപ്പം എന്നിട്ട് അതിൽ ഫൈനൽ ഇയർ ആയപ്പം നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യേണ്ടി വരും IITയുടെ അവസാനം, തീസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ തീസിസ് വന്നപ്പം കുറെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, ഓരോ പ്രൊഫസേഴ്സ്. ആ പ്രൊഫസേഴ്സിൽ ഒരാള് ഞാൻ ചൂസ് ചെയ്തു. ആ പ്രൊഫസർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ IIT ഹൈദരാബാദിന്റെ ഡയറക്ടറാണ്. അപ്പം പുള്ളി ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടും ഒരു നല്ല ഗൈഡായിരുന്നു. അപ്പം ആ പുള്ളിയുടെ ഡെഡിക്കേഷനും റിസർച്ചിലുള്ള ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ റിസർച്ച് തന്നെ വേണമെന്ന് ചൂസ് ചെയ്തത്. അപ്പം പുള്ളിയുടെ പേര് BS മൂർത്തി എന്നാണ്, IIT ഹൈദരാബാദിലെ ഇപ്പോഴത്തെ ഡയറക്ടറാണ്. അപ്പം പുള്ളി ഡെയിലി
പുള്ളിയുടെ ഒരു വർക്ക് എത്തിക് എന്ന് പറയുമ്പം രാവിലെ 8 മണിക്ക് ലാബിലെത്തും, എന്നിട്ട് തിരിച്ചു പോകുന്നത് രാത്രി 12 മണി 1 മണിയൊക്കെ ആവും. രാത്രി 12 മണിക്കൊക്കെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് എല്ലാവരും കൊണ്ട്. എല്ലാ സ്റ്റുഡൻസും കൂടെ ഒരു 10-20 സ്റ്റുഡൻസ് കൂടും, എന്നിട്ട് പുള്ളിയുടെ കൂടെ ചായ കുടിക്കാൻ പോകും. അപ്പം പുള്ളിയുടെ കൂടെ അങ്ങനെ ഒരു ഇന്ററാക്ഷനിലും ഒരു ലാബിലെ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് എനിക്ക് റിസർച്ച് തന്നെ ചൂസ് ചെയ്യണം എന്ന് തന്നെ വന്നത്. എന്നിട്ട് അപ്പം തന്നെ ചെയ്യുമ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളി എൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്തായിരുന്നു. ബിടെക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 2 മാസം ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബ്രിട്ടീഷ് കൊളംബിയയിൽ, കാനഡയിൽ എന്ന് പറഞ്ഞിട്ട്. അതുവരെ ഇങ്ങനെ പുറത്ത് പോകണം, ഈ റിസർച്ച് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാൻ നാച്ചുറലി അത് ചൂസ് ചെയ്തു. എന്നിട്ട് ഗ്രാജുവേറ്റ് സ്കൂളിൽ വന്നപ്പോഴായിരുന്നു ഈ അപ്പം പ്രത്യേകിച്ച് നമുക്ക് പ്രോജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള പ്രോജക്റ്റ് ചെയ്യണം. കാരണം ഫണ്ടിങ് ഏതിനാ ഉള്ളത് അതിൽ ചെയ്യണം, അങ്ങനെയായിരുന്നു. എനിക്ക് മെറ്റീരിയൽസ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഈ പ്രോഫ്സ് ഡോക്ടർ ലൂക്കസ് എന്ന് പറയും, ആ പ്രോഫാണ് ഇവിടെ കാനഡയിൽ എൻ്റെ സൂപ്പർവൈസർ ആയിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസുമായിട്ട്, അത് ന്യൂക്ലിയർ ഫ്യൂവലാണെന്നുണ്ടായിരുന്നു. അപ്പം ആ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. എന്താണ് ന്യൂക്ലിയർ, എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അപ്പോഴേ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ന്യൂക്ലിയറിനെ കുറിച്ച് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് വന്നതും അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്. കാരണം നമ്മളിപ്പം ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ക്ലൈമറ്റ് ചേഞ്ചും എനർജി ക്രൈസിസും ആണ് ഇപ്പോഴത്തെ മെയിൻ ഏരിയ ഓഫ് റിസർച്ച്, ഏരിയ ഓഫ് ഒരു കൺസേൺ എന്ന് പറയുന്നത് തന്നെ. ആ സിറ്റുവേഷനിൽ ന്യൂക്ലിയറിന് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ന്യൂക്ലിയറിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് വരത്തില്ല, അപ്പം അത് ക്ലൈമറ്റ് ചേഞ്ച് കോസ് ചെയ്യത്തില്ല. പിന്നെ ന്യൂക്ലിയർ എന്ന് പറയുമ്പം 1 കിലോ യുറേനിയത്തിൽ നിന്ന് കിട്ടുന്ന എനർജി ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10,000 കിലോ ഓഫ് കോൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ഇക്വലന്റ് ആണ്. അപ്പം ആലോചിച്ച് നോക്കണം എന്തുമാത്രം കോലും ഗ്യാസും പെട്രോളും ഒക്കെ ബേൺ ചെയ്യുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്. എന്നിട്ട് അതിൽ കുറെ റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് ന്യൂക്ലിയറിൽ എത്തിയത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ കുട്ടികള് ഈ ഒരു സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ പേര് ചോദിച്ചിരുന്നു, ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ് എത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയായിരിക്കും ശരിക്കും കാനഡയിലാണ്, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മലയാളി ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടോ, റിസർച്ച് ലാബിലുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ന്യൂക്ലിയർ ഫീൽഡിൽ എന്തൊക്കെയാണ് സർ അനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്തൊക്കെയാണ് എന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു മേ ബി ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാവരും നല്ല ക്യൂരിയോസിറ്റിയിലാണ് ഉള്ളത് സർ അനിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ റിസർച്ച് ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നോ? ലാബിലെ റിസർച്ച് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞ നല്ല ഫൺ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റിസർച്ച് തന്നെ ചൂസ് ചെയ്യാൻ കാരണം. കാരണം നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് നമ്മൾ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവും ശരിക്കും. ഇപ്പം ഒരു മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ അത് ഉണ്ടാക്കണമെന്ന് നമുക്കൊരു ഐഡിയ കാണും, അല്ലെങ്കിൽ വേറെ ആരും നമ്മുടെ അടുത്ത് വന്ന് പറയും, ഒരു കസ്റ്റമർ വന്ന് പറയും ഇന്ന മെറ്റീരിയൽ ഇന്ന രീതിയിൽ ഇന്ന ഷേപ്പിൽ ഉണ്ടാക്കി തരണം, അങ്ങനെ വല്ലതും പറയും ഫോർ എക്സാമ്പിൾ. അപ്പം എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം ചെയ്യേണ്ടത് റിസർച്ച് ചെയ്യണം. നമ്മൾ പോയിട്ട് അതിനെക്കുറിച്ച് ഓൾറെഡി ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്ത് പ്രോസസ്സ് ഉപയോഗിച്ചാണ്, എന്ത് എക്സ്പെരിമെന്റ് വഴിയാണ് അത് ഉണ്ടാക്കിയത്, അങ്ങനെ കുറെ. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മൾ അതിനെ പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ എന്നാണ്. ആദ്യം പോയിട്ട് നമ്മൾ ഇതുവരെയുള്ള എന്താണ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതെന്ന് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പം എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കും, അതിൽ നിന്ന് കുറെ ഐഡിയാസ് അത് ചെയ്യുമ്പോൾ തന്നെ കുറെ ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ ഐഡിയാസ് കൊണ്ട് ഇതൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പം നമ്മുടെ ടീമിൽ കുറെ ആൾക്കാർ കാണും. അപ്പം ടീമിലുള്ളവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. ഇതാണ് പ്രോബ്ലം, ഇതാണ് ഇതുവരെയുള്ള ആൾക്കാർ റിസർച്ച് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഐഡിയാസ് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യും. എന്നിട്ട് പറയും, എന്നിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റൽ പ്ലാൻ ഉണ്ടാക്കും, എക്സ്പെരിമെന്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇതിൽ
മോസ്റ്റ് ഫൺ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നത്. കാരണം അതുവരെയുള്ള എല്ലാം കമ്പ്യൂട്ടറിലും റിസർച്ചും അങ്ങനത്തെ ഇതൊക്കെയാണ്. അതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ലാബിൽ വന്നിട്ട് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും. എന്നിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാട്ടെന്ന് പറയുമ്പം അതിന്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോഴാണ്. അപ്പം നമ്മളൊരു എക്സ്പെക്ടേഷൻ കാണും, ഇന്ന എക്സ്പെരിമെന്റ് ചെയ്താൽ ഇന്ന റിസൾട്ട് വരണമെന്ന്. അപ്പം അത് വർക്കൗട്ട് ആകുമ്പോൾ ഒരു നല്ലൊരു നല്ലൊരു ഫീലിംഗ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയും ഒരു ഹാർഡ് വർക്കും തോട്ടും അതിന് ഒരു എക്സ്പെരിമെന്റിന് മുന്നിൽ വെച്ചിട്ട് അത് സക്സീഡ് ചെയ്യുമ്പം ഒരു നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ 3D പ്രിന്റിംഗ് എന്ന് പറയുമ്പം ഇപ്പൊ ഒരു ഷേപ്പ് നമ്മൾ 3 ഡയമെൻഷനിൽ പ്രിന്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിപ്പോ 3D പ്രിന്റ് ചെയ്തതാണ്. ഇത് എൻ്റെ വീട്ടിലൊരു 3D പ്രിന്റർ ഉണ്ട്, അതുകൊണ്ട് 3D പ്രിന്റ് ചെയ്തതാണ്. ഈ ഷേപ്പ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു മോഡലായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ പ്രിന്റർ അത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി കൈത്തരും. അപ്പം എൻ്റെ റിസർച്ച് എന്ന് പറയുമ്പം 3D പ്രിന്റ് ചെയ്യുന്നത് യുറേനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവലിനെ കുറിച്ചായിരുന്നു. അതായിരുന്നു ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പം അതിന്റെ ഫൈനൽ പാത്തിൽ എങ്ങനെയാണ് എത്തിയത് എന്നതായിരുന്നു ആ റിസർച്ചിന്റെ ബേസിക്കലി ഇത്. അപ്പം അതൊക്കെ നമ്മൾ കുറേ മെത്തേഡ്സ് ട്രൈ ചെയ്തു, കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റിംഗ് ടെക്നിക്സ് ട്രൈ ചെയ്തു. എന്നിട്ട് അവസാനം ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയ റിസർച്ചാണ്. ഇപ്പൊ ഈ 2 വർഷം മുമ്പാണ് ശരിക്കും അതിന്റെ ഒരു ഫൈനൽ ആദ്യമായിട്ടൊരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ടു തുടങ്ങി. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മോട്ടിവേഷൻ. ഒരു പ്രോബ്ലം എടുത്ത് അത് സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സൊല്യൂഷനിൽ എത്തുന്ന പോലെ. നമ്മളിത് പണ്ട് സ്കൂളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടത്തില്ല. അതേപോലെ കൂടുതൽ ഒരു 4-5 വർഷത്തെ വലിയ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞ റിസർച്ചിന്റെ ഒരു ഷോർട്ട് സമ്മറി. ഓക്കെ, ഗ്രേറ്റ്. കാനഡയിൽ എന്താ ഇപ്പൊ തണുപ്പാണോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു കാനഡയില് ഉച്ച സമയമായിരിക്കും അല്ലേ? ഇപ്പൊ രാവിലെ 9 മണിയാണ്. ഓക്കെ ഓക്കെ, രാവിലെ. തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ഇന്ന് -5 എങ്ങാണ്ടാണ്. പക്ഷെ 2 ദിവസം മുമ്പൊക്കെ -30 ആയിരുന്നു. ഓക്കെ. ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസ് ഇതുപോലെ IIT-കളിലൊക്കെ പഠിച്ച് പലരും പുറത്തേക്കാണ് റിസർച്ചിനൊക്കെ പോവാറ് എന്ന് പറയുമ്പോൾ പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അവിടുത്തെ ഒരു സെറ്റിൽമെന്റ് ആൻഡ് അവിടെ ലൈഫ് എക്സ്പീരിയൻസ്, അതൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പ്രത്യേകിച്ച് IIT-യിലുള്ള എക്സ്പീരിയൻസും അക്കാഡമിക്സ് പാർട്ടിലാണെങ്കിൽ MS-ഉം റിസർച്ചും അവിടെയാണല്ലോ ചെയ്തിരുന്നത്. കാനഡയിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്നുണ്ടോ, അതോ അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആണോ? പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് അവിടെ കണ്ടിട്ടുള്ളത്? ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം, ഐ മീൻ എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ഗ്രാജുവേറ്റ് സ്കൂളിലാണ്. അപ്പം മാസ്റ്റേഴ്സും PhD-യും ചെയ്തത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇന്ത്യയിലെ കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉണ്ട്. എക്യുപ്മെന്റും അതും ഇതൊക്കെ. ഫണ്ടിങ്ങിന് അധികം ക്രഞ്ച് ഇല്ല ഇന്ത്യയിലെ കമ്പയർ ചെയ്യുമ്പം. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ തോന്നിയത്, ഐ മീൻ ഇവിടുത്തെ സ്റ്റുഡൻസ് കുറച്ചുകൂടെ കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും ആദ്യം മുതലേ. സ്കൂളിൽ തന്നെ അവർക്ക് എന്താ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ നമ്മുടെ നാട്ടില് ഞാൻ പഠിക്കുമ്പോഴൊക്കെ എല്ലാവരും എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഡിറക്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ വേറുള്ള ഫീൽഡ്സും ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ തന്നെ ഇങ്ങനെ വർക്ക്ഷോപ്സ് ഉണ്ട്, ക്രാഫ്റ്റ് ഷോപ്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഓവറോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാനഡയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം തണുപ്പാണ് മിക്ക സമയവും. അപ്പം തണുപ്പ് കുഴപ്പമില്ലെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. പിന്നെ എല്ലാവരുടെ ഒരു ഫീലിംഗ് ഉണ്ട്. കാനഡ എന്ന് പറയുമ്പം ഇഷ്ടംപോലെ വലിയ ഹൈ റൈസ് ബിൽഡിങ്സ്, ഫെസിലിറ്റീസ്, അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷെ കാനഡ ഒരു വലിയൊരു കൺട്രിയാണ്. അമേരിക്കയെക്കാളും ശരിക്കും വലുതാണ് കാനഡ. ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെ ഒരു ന്യൂക്ലിയർ ലബോറട്ടറി ആയതുകൊണ്ട് സിറ്റിയിൽ നിന്നെല്ലാം ദൂരെയാണ്. അപ്പം ഞാനുള്ള ടൗണിന്റെ പോപ്പുലേഷൻ തന്നെ 5000 പേരേ ഉള്ളൂ. അപ്പം ഈ 5000 പേരും ഈ ലാബിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ ചുമ്മാ ജോക്ക് ചെയ്ത് പറയും, ഈ ടൗണിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ PhDs ഉള്ള ഒരു ടൗൺ ആണെന്ന് പറയും. കാരണം എല്ലാവരും സയന്റിസ്റ്റും അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്.
അപ്പം ഈ ടൗണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ 1940s-ലെങ്ങാണ്ടായിരുന്നു. 1940s-ലായിരുന്നു ഈ ലാബ് സെറ്റപ്പ് ചെയ്തത്. ലോകത്ത് തന്നെ രണ്ടാമത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടായത് ഇവിടെയായിരുന്നു ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. US-ന് പുറത്ത് ആദ്യമായിട്ട് ഒരു റിയാക്ടർ ഉണ്ടാക്കുന്നത് ഇവിടെ കാനഡയിലെ ഈ സൈറ്റിലായിരുന്നു. അപ്പോൾ ഒരു ഹിസ്റ്റോറിക് സൈറ്റും കൂടെയാണ്. അങ്ങനത്തെ അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരില്ല. കുറച്ചുകൂടെ ഔട്ട്ഡോർസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്കിങ്ങനെ ഔട്ട്ഡോർസി ആയിട്ടുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഞാനുള്ള സ്ഥലം. അതല്ലാതെ കാനഡയിൽ വലിയ സിറ്റികളും ഉണ്ട്. ഞാൻ പഠിച്ചതെല്ലാം കുറച്ച് വലിയ സിറ്റി ആയിരുന്നു. കെലോനെ എന്ന് പറയും ബ്രിട്ടീഷ് കൊളംബിയയിൽ. പിന്നെ ഇവിടെ ടൊറന്റോ ആണ് എന്താ പറയുന്നത് ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ തന്നെ രണ്ടാമത്തെ വലിയ സിറ്റി അങ്ങനെ എന്തോ ആണ് ടൊറന്റോ. സ്റ്റഡീസിൽ സ്കോളർഷിപ്സ് ഫെലോഷിപ്സ് ഒക്കെ എങ്ങനെയായിരുന്നു റിസർച്ചിനും മാസ്റ്റേഴ്സിനൊക്കെ? സോ ഈ IIT-ൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർ കുറെ സ്കോളർഷിപ്സ് തന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവർക്ക് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്സ് ഉണ്ട് IIT-ൽ. അപ്പം ഇപ്പം നമ്മുടെ ട്യൂഷൻ ഫീസൊക്കെ അതുവഴി അവർ എടുത്തോളും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഗ്രാജുവേറ്റ് സ്കൂളിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർട്ട് ടൈം ജോബ് പോലെയാണ്. കാരണം നമ്മൾ പഠിക്കുകയും ചെയ്യാണ് റിസർച്ചും ചെയ്യാണ്. ഒരു എന്താ പറയുന്നത് ഒരു കസ്റ്റമറിന് വേണ്ടിയോ ഒരു പ്രോജക്റ്റിന് വേണ്ടിയോ നമ്മൾ റിസർച്ച് ചെയ്യുക അതേസമയം. അതുകൊണ്ട് ഗ്രാജുവേറ്റ് സ്കൂൾ ചെയ്യുമ്പം ഒരു സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടും. ആ സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന എമൗണ്ട് അത്ര വലിയ സാലറി ഒന്നും അല്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ട്യൂഷൻ അതുകൊണ്ട് ചിലവാകും. പിന്നെ റെന്റ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഒരുവിധം ബാലൻസ് ആയി പോകും ആ സ്റ്റൈഫൻഡ് കൊണ്ട്. അപ്പം അതിപ്പം എവിടെ റിസർച്ചിന് പോവാണെങ്കിലും അത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലയിടത്തൊന്നും ചില കൺട്രീസിലൊന്നും അങ്ങനത്തെ സ്റ്റൈഫൻഡ് ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. US ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് ഇല്ല, പക്ഷേ PhD ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും സ്റ്റൈഫൻഡ് കിട്ടും. അപ്പം ആ ഒരു സ്റ്റൈഫൻഡ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അഡീഷണലി വേറെ ക്യാഷിന്റെ ആവശ്യമില്ല, വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നത് അതിന്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വേറെ സ്കോളർഷിപ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണും. എവിടെയെങ്കിലും ഇപ്പം കോൺഫറൻസിനോ അങ്ങനെ വല്ലതും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാൻറ്റ്സ് കാണും. പിന്നെ എൻ്റെ പ്രോഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളി തന്നെ പുള്ളിക്ക് കുറെ കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെന്തെങ്കിലും ചെറിയ പ്രോജക്ട്സ് കൊണ്ടുവരും. അതൊക്കെ ഇപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താം. എന്നിട്ട് അത് നടത്തുന്നതിന് പുള്ളി അതിനനുസരിച്ചൊരു സാലറി തരും എക്സ്ട്രാ ആയിട്ട്. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സൂപ്പർവൈസറും യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് അത്യാവശ്യത്തിനുള്ള കാശ് കിട്ടും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇതുവരെ. ഓക്കെ. ഇപ്പൊ ഇതില് റിസർച്ച് ഫീൽഡിലേക്കൊക്കെ എത്തണം എന്നുള്ളതിൽ IIT മദ്രാസിലാണല്ലോ പഠിച്ചിരുന്നത്. IIT എത്രമാത്രം IIT ആയിരുന്നു ആക്ച്വലി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞു അവിടുന്നാണ് ആക്ച്വലി റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് എന്നുള്ളത്. പക്ഷെ എന്നാലും വേറൊരു സ്ഥാപനത്തിലാണ് പഠിച്ചിരുന്നത് എങ്കിൽ മേ ബി IIT എന്നുള്ളത് എത്രമാത്രം ഈ ഒരു റിസർച്ചിനെ അല്ലെങ്കിൽ ഈ പൊസിഷനിൽ എത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി. ശരിക്കും അത് IIT തന്നെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അത് പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം IIT-യിൽ ആ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത്, ആ ഒരു റോബോട്ടിക്സ് ടീമിൽ. അപ്പം അതിൽ നിന്നായിരുന്നു ഇങ്ങനെ ഒരു ഹാൻഡ്സ് ഓൺ എഞ്ചിനീയറിംഗ് എന്താണ്, എന്നിട്ട് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രോബ്ലം എടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൊളാബറേഷൻ എന്താണ്, അതൊക്കെ മനസ്സിലാക്കുന്ന അതിൽ നിന്നായിരുന്നു. പിന്നെ ലാബിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് എക്സ്പീരിയൻസും റിസർച്ച് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതും ഞാൻ പറഞ്ഞ മൂർത്തി സാറിൻ്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. മൂർത്തി സാറ് ഒരു വലിയ ഗ്രൂപ്പായിരുന്നു, ഒരു 30-40 പേരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ആ റിസർച്ച് ഗ്രൂപ്പിൽ. എന്നിട്ട് പുള്ളി ഒരു ഇന്റർനാഷണലി തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളി ചില മെറ്റീരിയൽസിന്റെ ഒക്കെ ആദ്യമായിട്ട് എന്താ പറയുന്നത് സിന്തസൈസ് ചെയ്തതും അതിന്റെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതൊക്കെ പുള്ളിയാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണലി വേറെ ഏത് മെറ്റീരിയൽസ് ഫീൽഡിലുള്ളവരുമായിട്ട് ആരടുത്ത് ചോദിച്ചാലും പുള്ളിയെക്കുറിച്ച് അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു നാച്ചുറലി ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളുമായിട്ട് വർക്ക് ചെയ്യുമ്പം ആ ഒരു എക്സ്പീരിയൻസ് വാല്യുബിൾ ആണ്. അങ്ങനത്തെ ആൾക്കാർ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാണത്തുള്ളൂ.
പിന്നെ ഇന്ത്യയിൽ തന്നെ IITs ആണ് റിസർച്ചിലും, IISc ഉണ്ട്, പിന്നെ IITs ആണ് റിസർച്ചിൽ ലീഡ് ചെയ്യുന്നത് തന്നെ. അപ്പം എല്ലാ ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ എക്യുപ്മെൻറ്റും ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് IITസിലാകുമ്പം പുള്ളി ഇത്രയും വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ട്, ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടും ഫണ്ടിങ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും പുള്ളിയെടുത്ത് അപ്രോച്ച് ചെയ്യാം. എന്നിട്ട് പുള്ളിയുടെ അത് ഏതെങ്കിലും പ്രോജക്റ്റിൽ ഫിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഐഡിയ തന്നെ നമുക്കത് പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് IITസിൽ മാത്രമേ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, പുള്ളി ഇന്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫസർ ആയതുകൊണ്ടാണ് എൻ്റെ ഇവിടെ കാനഡയിലെ പ്രൊഫസറിനെ അറിയാവുന്നതും. ആ പുള്ളി എന്നെ ലൂക്കസ് ആയിരുന്നു എൻ്റെ ഇവിടുത്തെ പ്രൊഫസർ. ആ പുള്ളിക്ക് എന്നെ അറിയത്തില്ലായിരുന്നു, പക്ഷെ അത് എൻ്റെ മൂർത്തി സാറിനെ അറിയാവുന്ന ആ ഒരു കണക്ഷൻ കൊണ്ടും ആ ഒരു ട്രസ്റ്റ് കൊണ്ടുമാണ് എന്നെ ഒരു ഇന്റേൺ ആയിട്ട് എടുത്തത്. അപ്പം ആ കണക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഇന്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റിനെ മാത്രമേ കാണത്തുള്ളൂ. അവര് IITസിലെ കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് IIT മദ്രാസിൽ BTech ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി വരത്തില്ലായിരുന്നു. അത് ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിനോട് സ്പെഷ്യൽ ആയിട്ട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് സയൻസിലും മാത്സിലും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ IITകൾ, NITകൾ, മെഡിക്കൽ ഫീൽഡുകളാണെങ്കിൽ എയിംസ് വരെ എയിം ചെയ്യുന്ന കുട്ടികളാണ് ഇന്ന് ഈ ഒരു സെഷനിലുള്ളത്. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്ന് മാത്രമല്ല ഏത് ഫീൽഡ് ആണെങ്കിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒട്ടുമിക്ക പേരും ഉള്ളത്. അപ്പൊ അവർക്ക് എന്തൊരു മെസ്സേജ് ആണ് നൽകാനുള്ളത്? ഇപ്പം 5 മുതൽ 10 ആണെങ്കിൽ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പോഴേ ആലോചിച്ച് വെക്കണം. ഒരു ഏത് ഫീൽഡാണ് ചെയ്യേണ്ടതെന്ന് വെച്ചത് അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് കുറച്ചുകൂടെ എഫർട്ട് ഇടുക. കുറേ ഇന്ത്യയിൽ എഞ്ചിനീയറിംഗും മെഡിസിനും ഒരേ സമയം ട്രൈ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അതും കുഴപ്പമില്ല. അത് അറ്റ്ലീസ്റ്റ് കുറച്ച് നാരോ ചെയ്ത ഫോക്കസ് ആണ്. പക്ഷേ ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഓൾറെഡി ഡിസൈഡ് ആണെങ്കിൽ അതിലേക്ക് ഫുള്ള് എഫേർട്ട് ഇടുക. എന്നിട്ട് എന്താണ് അതിലേക്ക് എത്താനുള്ള ടൂൾസ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുക. എന്നിട്ട് ആ ടൂൾസ് കൂടുതൽ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ അത് കോച്ചിങ് ആയിരുന്നു ഒരു വാല്യുബിൾ ടൂള്. അത് പക്ഷേ എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു. അത് ചുറ്റുമുള്ളവർ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. അച്ഛനും അമ്മയാണ് കൂടുതൽ അത് ചെയ്യണം എന്ന് മോട്ടിവേറ്റ് ചെയ്തതും അതിനേക്കുള്ള സിറ്റുവേഷൻ ഒരുക്കി തന്നതും. അപ്പം അത് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വരെ എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അവർ പറയുന്നതും കേൾക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞൊരു അഡ്വൈസ് ആയിരുന്നു, നമ്മുടെ തന്നെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാതെ ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാൻ നോക്കണം. അതായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അഡ്വൈസ് ആണ്. നമ്മൾ തന്നെ ഒരു തെറ്റുണ്ടാക്കി അതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ബാക്കിയുള്ളവരുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ കുറച്ചുകൂടെ നമ്മളെ ഒരു സ്റ്റെപ്പ് എഹെഡ് ആക്കും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പം എല്ലാവരും എങ്ങനെയാണ് ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വരിക എന്നാണല്ലോ. അപ്പം അതിന് ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിലെത്താൻ പറ്റും. ഓക്കെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, അനിലിന് ഏതായിരുന്നു സ്കൂൾ ലെവൽ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. മറ്റൊന്നുള്ളത്, കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ചെറിയ 6th 7th ലെവലിലൊക്കെ ഏതെങ്കിലും സ്കോളർഷിപ്പ് കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശരിക്കും സ്കൂളിൽ അങ്ങനെ ഞാൻ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കറിയാം ഇപ്പം ഒളിമ്പിയാഡ്സ് അതൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്ന് ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ലാംഗ്വേജ് എക്സാംസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തോ എഴുതിയതായിട്ട് ഓർമ്മയുണ്ട്. ഈ ഹിന്ദിയുടെ സുഗമ എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള അത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു മാത്സ് ആയിരുന്നു. അപ്പം മാത്സ് സെയിം ഇതായിരുന്നു, ഒരു പ്രോബ്ലം സോൾവിങ്, എന്താ പറയുക, അതിൻ്റെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് മാത്സ് ആയിരുന്നു നാച്ചുറലി ഫേവറേറ്റ് സബ്ജക്റ്റ്.
പിന്നെ അതിനുശേഷം ഫിസിക്സ്, കെമിസ്ട്രി അതായിരുന്നു ഇഷ്ടമായിട്ടുള്ള സബ്ജക്ട്സ്. കമ്പ്യൂട്ടറും ഇഷ്ടമായിരുന്നു, കോഡിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കമ്പ്യൂട്ടർ അപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഇവോൾവിങ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു. അപ്പം അതുകൊണ്ട് കമ്പ്യൂട്ടറും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മെയിൻ ഇഷ്ടം മാത്സ് തന്നെയായിരുന്നു. മാത്സ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടിപ്പ് കൊടുക്കാനുണ്ടോ? മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ ഒട്ടുമിക്ക കുട്ടികളുടെയും ഫേവറേറ്റ് സബ്ജക്ട്സ്. അതുപോലെ തന്നെ നമ്മൾ വെക്കേഷനിലൊക്കെ കോഡിംഗ് ബൂട്ട് ക്യാമ്പ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. മാത്സ് ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്പായിട്ട് സ്റ്റുഡൻസിന് കൺവേ ചെയ്യാൻ? മാത്സ് എനിക്ക് മനസ്സിലായത് ബേസിക്സ് മനസ്സിലാക്കണം. ബേസിക്സ് മനസ്സിലാക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ ചുമ്മാ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ഒരു ബേസിക്സ് മനസ്സിലാക്കണം. എങ്ങനെയാണ് എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന്. അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ജെഇക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചിലപ്പോൾ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അത് ആ ബേസിക്സ് അറിയാമെങ്കിൽ മാത്രമേ അങ്ങനെ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓരോ പ്രോബ്ലത്തിനും അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് കട്ട്സ് കാണും, അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണും. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എഴുതുമ്പോഴൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ആൻസേഴ്സ് കണ്ടിട്ട് അതിനനുസരിച്ച് അത് ബാക്കിലോട്ട് പോയി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് എനിക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചിലത് അവിടെ കോച്ചിങ് സെന്റർ പഠിപ്പിച്ചു തരുന്നതല്ല, അതൊക്കെ നമ്മൾ ഈ ബേസിക്സ് പഠിക്കുമ്പം നാച്ചുറലി വരുന്ന ഒരു ഇതാണ്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണം. ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യുമ്പം ആ സ്കില്ല് കൂടുതൽ ഇവോൾവ് ആവും. അപ്പോൾ കുറേ എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് ബേസിക്സ് ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇനി അനിലിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടാവില്ല എന്നറിയാം, എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടുതൽ അബ്രോഡ് ആയിരിക്കും. ഒരു ഫ്യൂച്ചർ കരിയർ പ്ലാൻസ് എന്തൊക്കെയാണ്? സോ ഈ ന്യൂക്ലിയർ ഫീൽഡിന്റെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹൈലി കൺട്രോൾഡും സെക്യൂറും ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം നമ്മൾ അത്ര എളുപ്പത്തിൽ ബിറ്റ്വീൻ കൺട്രീസ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കാനഡയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ന്യൂക്ലിയർ അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ഫീൽഡാണല്ലോ. അതുകൊണ്ട് ഇപ്പം കാനഡയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് തന്നെ US-ലോ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം അതൊരു ന്യൂക്ലിയറിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് ആണ്. അത്ര ഇന്റർനാഷണലി അത്ര കൊളാബറേറ്റീവ് അല്ല ഈ ഫീൽഡ്, കാരണം അതിൻ്റെ ഒരു സെൻസിറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് കാനഡയിൽ നിന്ന് ഇപ്പം പോകാനുള്ള ഒരു പ്ലാൻ ഒന്നും ഇല്ല. ഇവിടെ ഉള്ള ജോബ് നല്ല ജോബാണ്, നല്ല വെൽ പേയിങ് ആണ്, യൂണിയൻ ആയിട്ടുള്ള ജോബുമാണ്. സാധാരണ ഈ സയന്റിസ്റ്റ് ജോബ് എന്ന് പറയുന്നതൊക്കെ യൂണിയൻ അല്ല, ഇന്ത്യയുടെ പുറത്ത്. ഇവിടെ യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പം അതിനനുസരിച്ചായിട്ടുള്ള ഒരു പേ ഉണ്ട്, അതിനനുസരിച്ചായിട്ടുള്ള റിവാർഡ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ സ്ഥലവും നന്നായിട്ട് ഇഷ്ടമാണ്. ഞാൻ ബൈക്കിംഗ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് പാസ് ടൈം. അപ്പം അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ ഡെയിലി എൻ്റെ വർക്ക് സൈറ്റിൽ പോകുന്നത് തന്നെ സൈക്കിൾ ചെയ്താണ് പോകുന്നത്. അപ്പം അതിനൊക്കെ പറ്റിയൊരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥലം വിട്ടുപോകാൻ പ്ലാൻ ഇല്ല. അല്ലാതെ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പം അതുമല്ല ഈ റിസർച്ചും അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാൻ ഇപ്പം. ഫ്യൂച്ചർ പ്ലാൻസ് ഈ ഫീൽഡിൽ തന്നെ നിൽക്കണം, കൂടുതൽ റിസർച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അതല്ലാതെ വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഞാനൊരു രസകരമായിട്ടുള്ള ചോദ്യം ചോദിക്കാം. നമ്മുടെ കുട്ടികൾ പലരും വിചാരിക്കുന്ന ഒരു സംഗതി, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. മേ ബി അവർ മറ്റ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ്ഡ് ആയിരിക്കില്ല, വെറും റിസർച്ച് അല്ലെങ്കിൽ അക്കാഡമിക്സ് സ്റ്റഡി പേർപ്പസിൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയാണോ ആക്ച്വലി, അതോ വേറെ എക്സ്ട്രാ കരിക്കുലർ? അല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ടൗണിലുള്ള മിക്കവരും സയന്റിസ്റ്റ് ആണ്. അപ്പം നമുക്ക് അവരുടെ എല്ലാം ഇപ്പം ഞാനിപ്പോ പുറത്തു പോയാൽ തന്നെ കാണുന്നത് ഒരു സയന്റിസ്റ്റിനായിരിക്കും. അപ്പം നമ്മളിപ്പം അവര് വർക്കിൽ ചെയ്യുന്ന എന്തുമാത്രമല്ല പുറത്ത് ചെയ്യുന്ന എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പം അപ്പൊ ഞാൻ പറയും ആ കാര്യം തെറ്റാണ്. എല്ലാവരും ഇങ്ങനെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആൾക്കാരല്ല. അവർക്കെല്ലാവർക്കും വർക്കിന് പുറത്തേക്കും ഒരു ലൈഫ് ഉണ്ട്. അതിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇവരുടെ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്, കുറെ ക്ലബ്സ് ഉണ്ട്.
അപ്പം അങ്ങനെ കുറേ എന്താ ഒരു ഓവറോൾ ഫുള്ളി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റുഡിയസ് ആവണമെന്നൊന്നുമില്ല. ഐ മീൻ ഞാൻ സ്കൂളിലൊക്കെ ഒരുവിധം ടോപ്പായിരുന്നു. പക്ഷെ IIT വന്നതിന് ശേഷം അത് IITയുടെ ഒരു ഇതെന്ന് വെച്ചാൽ വേറെയാണ്. കാരണം IIT പോകുമ്പം ഉള്ള എല്ലാവരും അവരുടെ സ്കൂളിൽ ഫസ്റ്റും സെക്കൻഡും ഉള്ളവരൊക്കെ ആയിരിക്കും. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മളും ഒരു എന്താ പറയുക ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആകത്തുള്ളൂ. അപ്പം ആ ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറാണ് IITയിൽ. അപ്പം ഞാൻ അത്ര ക്ലാസ്സിലെ ടോപ്പറൊന്നും അല്ലായിരുന്നു IITയിൽ. അപ്പം എന്നിട്ടും പക്ഷേ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളൊരു അതാണ് അതിൻ്റെ ഒരു കോറിലുള്ളത്. അപ്പം അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതിലിപ്പം പ്രത്യേകിച്ച് അത്ര സ്റ്റുഡിയസ് ആവണമെന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ അപ്റ്റൈറ്റ് വേണം. ഇങ്ങനെ ഓരോന്ന് ഡോക്യുമെന്റ്സ് വായിക്കാനും ബുക്സ് വായിക്കാനും അത് മനസ്സിലാക്കാനും ഉള്ള ഒരു പേഷ്യൻസ് വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഒരു കാനഡയുടെ ഒരു എന്താ പറയുന്ന ഒരു ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ 8 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യും. അതിനുശേഷം വർക്കിനെ കുറിച്ച് സംസാരിക്കത്തില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പുറത്ത് ആരുമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഇങ്ങനെ സൈക്ലിങ്ങിനോ പോകുമ്പം നമ്മൾ വർക്കിനെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പം ഒരു വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഉണ്ടാവുന്നതാണ് നമുക്ക് ഇങ്ങനെ ലൈഫിൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഒരു വർക്ക് മാത്രമല്ലല്ലോ കാര്യം, അപ്പം അതിന് പുറത്തും കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. അതും കൂടെയാണ് ഇവിടെ നിൽക്കാനുള്ള ഒരു എനിക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, IITയിലേക്കുള്ള എൻട്രൻസ് റാങ്ക് ഒക്കെ എത്രയായിരുന്നു? ഫസ്റ്റ് ചാൻസിൽ തന്നെയാണോ ക്ലിയർ ചെയ്തത്? സ്പെഷ്യൽ ആയിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്തിരുന്നോ, ഡ്രോപ്പ് ചെയ്തിരുന്നോ ഇയർസ്? ഫസ്റ്റ് ചാൻസ് തന്നെയായിരുന്നു കയറി. എനിക്ക് വലിയ റാങ്ക് ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് 10,000 അതിനെ അടുപ്പിച്ചെങ്കായിരുന്നു റാങ്ക്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ആദ്യം റാങ്ക് വന്നപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇല്ല റിപ്പീറ്റ് ചെയ്യണം, എങ്കിലേ കമ്പ്യൂട്ടർ സയൻസ് കുറച്ചുകൂടെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫീൽഡായി കിട്ടത്തുള്ളൂ, അങ്ങനെയൊന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അമ്മയും അച്ഛനും പറഞ്ഞു ഇല്ല നീ ഒന്നുകൂടെ ആലോചിക്ക്, എന്നിട്ട് കുറെ പേരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഒരുക്കി തന്നു. ഓൾറെഡി എന്താ പറയുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഇങ്ങനെ IITയിലോ വേറെ ഹയർ സ്റ്റഡീസോ ചെയ്തവർക്ക് അവരത്തൊക്കെ സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞു അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിലും IIT പോയതിന് ശേഷം ഫീൽഡ് സ്വിച്ച് ചെയ്യാനുള്ളൊരു സെറ്റിംഗ് ഉണ്ട് അവിടെ. അത് പക്ഷേ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്താലേ സ്വിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ IIT പോകുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് എന്ന് അവർ പറഞ്ഞു. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകുന്നത് അതിലാണ് കാര്യം. ഏത് ഫീൽഡ് എന്നുള്ളത് എന്താ പറയുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ അംബീഷൻ അനുസരിച്ചിരിക്കും. എനിക്കെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇഷ്ടം. അതിൽ ഇന്ന എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്ന് വലിയ ഇതില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടെന്നാണ് തീരുമാനിച്ചത്. അത് എന്തായാലും ഒരു നല്ല ഡിസിഷൻ ആയില്ലായിരുന്നെങ്കിൽ ഒരു വർഷം പോയേനെ. അപ്പം അതുകൊണ്ട് മെറ്റലർജി കിട്ടി. മെറ്റലർജി തന്നെ ഫീൽഡിൽ തന്നെ നിന്നു. അതുകൊണ്ട് എത്തി. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ Q&A ബോക്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർ ഗെയിം കളിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ഒരു അനോണിമസ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ ഗെയിം പ്രത്യേകിച്ച് കോവിഡ് സമയമാകുമ്പം ഗെയിം ഇഷ്ടം പോലെ കളിക്കുമായിരുന്നല്ലോ. അപ്പം കോവിഡ് സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പം ഞാൻ എൻ്റെ തീസിസ് എഴുതി കഴിഞ്ഞ സമയമായിരുന്നു. നമ്മുടെ ഗ്രാജുവേറ്റ് സ്കൂൾ കഴിയുമ്പം തീസിസ് എഴുതും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഒരു പണിയില്ല, കാരണം അത് നമ്മുടെ സൂപ്പർവൈസർ വായിച്ച് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നവരെ ഒന്നുമില്ല. ആ സമയത്തായിരുന്നു കോവിഡും വന്നത്. അപ്പം എല്ലാം ലോക്ക്ഡൗൺ ആയി. പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഗെയിം കളിക്കുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെയറും ഒരു ഗെയിമിംഗ് ചെയറാണ്. അത് കണ്ടിട്ട് ആരെങ്കിലും ചോദിക്കാൻ സാധ്യത. അപ്പം ഗെയിമിങ്ങിൽ ഞാൻ കളിക്കുന്നത് ഒരു ഏജ് ഓഫ് എംപയർസ് എന്ന് പറഞ്ഞൊരു പഴയൊരു ഗെയിമുണ്ട്. അത് എല്ലാവർക്കും അറിയത്തില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അത് കളിക്കും. അത് കളിക്കുന്നതിൻ്റെ എൻ്റെ IIT ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു എല്ലാവരും. നമ്മൾ IITയിലായിരുന്നപ്പോൾ അത് അപ്പോഴൊക്കെ ലാനൊക്കെ ഗെയിമിംഗ് ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു. അപ്പം നമ്മൾ IITയിലും അത് കളിക്കുമായിരുന്നു. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ സമയത്തായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണല്ലോ, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അതാണ് ആദ്യമായിട്ട് എല്ലാവരും വീട്ടിലിങ്ങനെ ഇരുന്ന് ഫ്രണ്ട്സുമായിട്ട് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടിയത്.
അപ്പോഴാണ് ഞാൻ IIT-യിലെ ഫ്രണ്ട്സുമായിട്ട് ഒന്നുകൂടെ റീകണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ആ റീകണക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനെ ഗെയിമിങ് ശരിക്കും പറഞ്ഞു. അപ്പം ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോ ഗെയിമിങ്ങിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പൊ അവരുടെ ആ പഠനത്തിലാണ്. നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് ഒക്കെ ഫ്രീ ടൈംസിൽ നമുക്ക് നോക്കാം അല്ലേ? അത് ശരിയാണ്. ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗെയിമിംഗ് അല്ല ഇമ്പോർട്ടന്റ്. ഇതിപ്പം അതൊരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ട് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അമൽ കെ ചോദിച്ചിട്ടുള്ളത്, സർ മാത്ത് IIT അജീത് ദുബെ സാറിനെ അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അജീത് ദുബെ സാറ് ഇപ്പോഴും ഉണ്ടോ അല്ലേ? പുള്ളിയായിരുന്നു അവിടുത്തെ, പുള്ളിയാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് തോന്നുന്നു. അപ്പം പുള്ളി അറിയാം. പുള്ളി അവിടുത്തെ ഒരു മാത്സിലൊരു ചെറിയൊരു പുലിയാണ് എന്നാണ് അവിടുത്തെ വൈപ്പ്. അപ്പം പുള്ളിയാണ് എനിക്ക് മാത്സ് പഠിപ്പിച്ചത് അവിടെ. ഒരു 2-3 വർഷം ഉണ്ടായിരുന്നു. നിങ്ങൾ ഏത് സിലബസ് ആണ് പഠിച്ചതെന്നാണ് അമൽ CP ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലില് സ്റ്റേറ്റ് സിലബസ് ആണോ, ICSE ആണോ, ബോർഡ് എക്സാം? ICSE 10 വരെ, അതിനുശേഷം അത് ISE എന്ന് എന്താണ് പറയുന്നത്, അതാണ് ചെയ്തത്. ഓക്കെ. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു? ആദിത്യന്റെ ചോദ്യം. അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും മാമനും ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് പോലത്തെ ഒരു ഫീൽഡാണ്. അവരിങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ TV-യും റേഡിയോ ഒക്കെ നന്നാക്കാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പം അതൊക്കെ അവർ വീട്ടിലിരുന്ന് നന്നാക്കും. അപ്പം അതൊക്കെ കണ്ട് പഠിച്ചു. അപ്പം അതിൻ്റെ കൂടെ കൂടും. എന്നിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനും ചിലതൊക്കെ എല്ലാം ഇങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ഭയങ്കര സ്കില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ ഊരി വയ്ക്കും, പക്ഷെ തിരിച്ച് അസംബിൾ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അപ്പോഴൊക്കെ. അപ്പം അതൊരു സ്കില്ലാണെന്ന് പണ്ട് പോലെ പറയുമായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് എനിക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഒരു നാച്ചുറൽ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാനത് എഞ്ചിനീയറിംഗ് എത്തുന്നത്. ഹു വാസ് യുവർ മോട്ടിവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല എല്ലാവർക്കും ഓരോരോ നല്ല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണമെന്നാണ്. സ്കൂളിലൊക്കെ ആയിരുന്നപ്പം അമ്മയും അച്ഛനും ആയിരുന്നു എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്നതും. അപ്പം അവരാണ് എല്ലാം ഇന്ന കാര്യം ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരായിരുന്നു അപ്പം എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ചേട്ടനുണ്ട്. ചേട്ടനും എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ചേട്ടനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യായിരുന്നു. മറ്റേ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ചേട്ടനായിരുന്നു എന്നും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ചേട്ടനും ഒരു മോട്ടിവേഷനാണ്. അപ്പം പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തർ അവരുടെ ഓരോ നല്ല ആട്രിബ്യൂട്ട്സ് കണ്ട് അത് കണ്ട് മോട്ടിവേറ്റ് ആവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മൂർത്തി സാറ് പുള്ളി ഒരു മോട്ടിവേഷൻ ആയിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം ഇവിടുത്തെ സൂപ്പർവൈസർ. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തല്ല, അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ചെറുപ്പത്തിൽ എന്താകാനാണ് മോഹിച്ചിരുന്നത്? ചെറുപ്പത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണല്ലേ മോഹിച്ചിരുന്നത്? അല്ല, അത് ആദ്യമൊക്കെ ക്രിക്കറ്റ് കളിക്കണമാണെന്നാണ് ഓക്കെ. ആഗ്രഹം. അപ്പൊ പിന്നെ ക്രിക്കറ്റ് കളിയിൽ ബോളിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിന് പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ആയിട്ട് ചൂസ് ചെയ്ത എഞ്ചിനീയറിംഗ്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് കനാഡിയൻ പീപ്പിൾ? അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ആക്സെന്റ് ഒക്കെ ഉള്ളത് ഇതാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അത് കുറച്ചുകൂടെ. ആദ്യമൊക്കെ ചിലർ എന്തെങ്കിലും പറയുമ്പം ഒന്നുകൂടെ പറയാനൊക്കെ പറയും. പിന്നെ എന്നിട്ട് അതൊക്കെ ആ ഒരു ആക്സെന്റ് ഒക്കെ മനസ്സിലാകും. എന്നിട്ട് നമുക്കും ആ ഒരു ആക്സെന്റ് വരും. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ ചിലതൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു ചില വേർഡ്സിലൊക്കെ എക്സ്ട്രാ ഫോക്കസ് കൊടുക്കും. അത് അൺനാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഇന്ത്യയിൽ പഠിച്ചതിന്റെ ഒരു ഗുണം അതാണ്. ഇംഗ്ലീഷ് ആണല്ലോ എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. അപ്പം അത് ഇന്ത്യൻസിന് ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് കുറെ ഇന്ത്യൻസ് പുറത്ത് പോകാൻ പറ്റുന്നതും കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും. അതിപ്പം ചില കൺട്രീസിലെല്ലാം അവരുടെ ലാംഗ്വേജ് ആണല്ലോ അവര് ടീച്ചിങ് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക്. പിന്നെ പ്രത്യേകിച്ച് IIT ആകുമ്പം ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും വരുന്നവരായതുകൊണ്ട് അവിടെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. അപ്പം അവിടെ IIT പോകുന്നതിന്റെ
സ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പ്ലസ് പോയിന്റും അതാണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ളവർ വരുന്നതുകൊണ്ടും ഇംഗ്ലീഷ് ഒരു എന്താ പറയുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആയതുകൊണ്ടും നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്ത് പ്രാക്ടീസ് ആവും. പിന്നെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പറയുന്ന രീതി പഠിച്ച് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ചോദ്യം, ഈസ് ഇറ്റ് ഡേഞ്ചറസ് വർക്കിംഗ് ഇൻ ന്യൂക്ലിയർ ലാബ്സ്? അത് ഐ മീൻ അത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാനിപ്പോ കുറെ സ്റ്റുഡൻസിനെ ഇവിടെ ഇപ്പൊ സയന്റിസ്റ്റ് ആയതിനു ശേഷം നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കും. അപ്പം അവരുടെ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, ന്യൂക്ലിയറിനെ കുറിച്ച്, എൻ്റെ ഒരു ഡേഞ്ചറിനെ കുറിച്ച്. ശരിക്കും ന്യൂക്ലിയറിൽ എല്ലാ ആസ്പെക്ട്സും ഡേഞ്ചറസ് അല്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന യുറേനിയം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. അത് റിയാക്ടറിനകത്ത് പോകുന്നവരെ ഒരു റേഡിയേഷൻ ഉണ്ട്, പക്ഷെ വലിയ റേഡിയേഷൻ ഇല്ല. ഇപ്പം റേഡിയേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റേഡിയേഷൻ നമ്മൾ അടിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ചിലപ്പം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മിക്ക ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും തന്നെ ഇഷ്ടംപോലെ റേഡിയേഷൻ ഉണ്ട്. ഈ സണ്ണിൽ നിന്ന് വരുന്നതും റേഡിയേഷൻ ആണ്. അതേ റേഡിയേഷൻ ആണ് ഈ യുറേനിയത്തിൽ നിന്നും വരുന്നത്. അപ്പം അതിന്റെ ലെവല് എത്രയാണെന്ന് അനുസരിച്ചാണ് അതിന്റെ ഒരു ബാഡ് എഫക്ട്സ് വരുന്നത്. അത് റിയാക്ടറിനകത്തൊക്കെ ഭയങ്കര റേഡിയേഷൻ ആണ്. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് പോയിട്ട് വരുന്ന അതിന്റെ ഓരോ പാർട്സ് ഭയങ്കര റേഡിയേഷൻ ആയിരിക്കും. അതൊക്കെ കൺട്രോൾ ചെയ്യാനും മെഷർ ചെയ്യാനും ഉള്ള സ്കില്ലുണ്ട് ഇപ്പൊ നമുക്ക്. അതിനുള്ള ടൂൾസ് ഉണ്ട്, എക്യുപ്മെന്റ് ഉണ്ട്, അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് പറയും ഇന്ന സാധനത്തിൽ റിസർച്ച് ചെയ്യണം. അപ്പൊ അവര് വന്നിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പറയും, ഓക്കെ അത് റിസർച്ച് ചെയ്യണമെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കണം, ഗ്ലൗസ് ഇടണം, ഇല്ലെങ്കിൽ മാസ്ക് ഇടണം എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മൾ അവർ പറയുന്ന അഡ്വൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിപ്പം വർക്കിന് പോകുമ്പോൾ തന്നെ ഒരു ബാഡ്ജ് തരും. ആ ബാഡ്ജിൽ നമ്മൾ എത്ര റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുന്നത് എന്നൊക്കെ അതിൽ മെഷർ ചെയ്യും. ആ ബാഡ്ജിൽ എന്നിട്ട് മെഷർ ചെയ്തിട്ട് അവർ വർഷം ഇത്ര ലിമിറ്റ് എന്ന് വച്ചിട്ടുണ്ട്. ആ ലിമിറ്റിന് താഴെ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ട്. അതെല്ലാ വർഷവും അവർ ചെക്ക് ചെയ്യും. നമ്മുടെ ഹെൽത്ത് അവർ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും, എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹെൽത്ത് അവർ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ തന്നെ അവർ ആദ്യമേ അറിയാൻ പറ്റും. ഇത്രയും വർഷം വർക്ക് ചെയ്തതിൽ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് എഫക്റ്റ് വന്നായിട്ട് ആർക്കും അങ്ങനെ ഒരു എന്താ പറയുന്ന അത്ര ഞാൻ കേട്ടുകേൾവി പോലും ഇല്ല എന്തെങ്കിലും ഹെൽത്ത് എഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഒരു ചോദ്യം വരാനുള്ള കാരണം തന്നെ ഇപ്പൊ നമ്മളെ മൂവീസിലും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ റേഡിയേഷനെ ന്യൂക്ലിയറിനെ പൊട്രേ ചെയ്തിരിക്കുന്ന രീതിയാണ്. അതൊരു സൈഫൈ മൂവിയിലെ പോലെ റേഡിയേഷൻ കാണുമ്പം എന്താ പച്ച തിളക്കം അങ്ങനെയൊക്കെ കാണുന്നില്ല. അതൊക്കെ ശരിക്കും ഒരു സൈഫൈ മൂവീസിലെ ഇതാണ്. അത് ശരിക്കുള്ള കാര്യമല്ല. ശരിക്കും റേഡിയേഷനെ കാണാൻ പറ്റത്തില്ല. അപ്പം അതിൽ നിന്നായിരുന്നു റേഡിയേഷന് ബാഡ് ആയിട്ട് കാണുന്നത്. അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഐ മീൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഹൗ ഓഫൻ ക്യാൻ യു വിസിറ്റ് യുവർ ഫാമിലി? ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരാറുള്ളത്? ഞാൻ റെഗുലറായിട്ട് വരാറുണ്ട്. ഞാൻ ഗ്രാജുവേറ്റ് സ്കൂളിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ പ്രൊഫസർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പുള്ളി ഇന്ത്യയിൽ എന്തെങ്കിലും കോൺഫറൻസ് ഉണ്ടെങ്കിൽ പുള്ളി തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തു തരുമായിരുന്നു. അപ്പം ഒരിക്കൽ എനിക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് നിന്നത്. എന്നിട്ട് കോൺഫറൻസിന് പോയി. അതിന് വീട്ടിൽ വരാനുള്ള ടിക്കറ്റും പുള്ളി തന്നെ എടുത്തു തന്നു. പിന്നെ അങ്ങനെ കോവിഡ് സമയത്ത് മാത്രം അധികം വന്നില്ല, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ ഞാൻ പോകാറുണ്ട്. കഴിഞ്ഞത് ഇപ്പൊ തന്നെ ഒരു ജാനുവരി അല്ല, സോറി, എപ്പോഴാ പോയ, ഒക്ടോബറിൽ പോയിരുന്നു നാട്ടില്. അതിനു മുമ്പ് ആ വർഷം തന്നെ മാർച്ചിൽ പോയിരുന്നു. അപ്പം പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ജോബാണ്. വർഷം 3 ആഴ്ച വെക്കേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ പേഴ്സണൽ ലീവ്, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ പോയിട്ട് വരാനുള്ള എല്ലാ സെറ്റിങ്ങും ഉണ്ട്. ഓക്കെ, കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, വിച്ച് സബ്ജക്ട് യു ഡോണ്ട് ലൈക്ക്? സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നില്ലാത്ത സബ്ജക്ട് ഏതാണ് എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഒരു റെഗുലർ സ്റ്റഡി റൊട്ടീൻ എങ്ങനെയായിരുന്നു?
പിന്നെ ഒരു ചോദ്യം ഇവിടെ, എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ടായിരുന്നോ എന്നുള്ളത്, റെഗുലർ ആയിട്ട് ഒരു സ്പെഷ്യൽ ടിപ്സ് എന്തെങ്കിലും സ്റ്റഡി മെത്തേഡ്സിലുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ആയിരുന്നു ഇഷ്ടമില്ലായിരുന്നത്. ഹിന്ദി പിന്നെ ഹിന്ദി പോയതിന് ശേഷം ഇഷ്ടമല്ലായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു മാർക്കും കുറവ്. ഇഷ്ടമില്ലായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് എൻ്റെ ഒരു സ്കിൽ സെറ്റ് അല്ലായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അപ്പം അത് തന്നെ. അപ്പം സ്റ്റഡി റുട്ടീൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ പറയുക, ഓരോ ചെറിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കുമായിരുന്നു ഞാൻ. 11-12 ആയപ്പോൾ നമ്മളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പം എല്ലാത്തിനും ഇത്ര സമയം വേണമെന്ന് ഉണ്ട്. അപ്പം സ്ട്രഗിൾ ചെയ്യുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിൽ, അതിന് ഞാൻ കുറച്ച് കൂടുതൽ എഫേർട്ട് ചെയ്യും. പിന്നെ എന്താ പറയുന്ന പാരൻസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പഠിക്കാൻ പറ്റിയ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു വീട്ടിൽ. പിന്നെ അതിന് ഉള്ള ഒരു സെറ്റിങ്സ് ഒക്കെ ഒരുക്കി തരും. എന്താ രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിലും അമ്മ എപ്പോഴും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. സ്റ്റഡി റുട്ടീൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനും ഓരോ സെറ്റ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. കോച്ചിങ് സ്കൂളിൽ പോവും, പിന്നെ അതിനുശേഷം കോച്ചിങ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നുണ്ടായിരിക്കും, അപ്പം അത് പഠിക്കും. അങ്ങനെ ഫോളോ ചെയ്ത് പോവുമായിരുന്നു. ഒരു ചോദ്യം ഉള്ളത്, ഒരു സയന്റിസ്റ്റ് ആയതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. ഈ ഫീൽഡ് തന്നെയാണ് ഇഷ്ടം. ഇത് ഞാൻ ചൂസ് ചെയ്തതാണല്ലോ. ഇതിപ്പം വേറെ ആരും എനിക്ക് വേണ്ടി ചൂസ് ചെയ്ത് തന്നതല്ല. ഞാൻ തന്നെ ചൂസ് ചെയ്ത് എനിക്കിഷ്ടമായിട്ടുള്ള സെലക്ട് ചെയ്ത ഫീൽഡായിരുന്നു. ഇതിപ്പം ഞാൻ സയന്റിസ്റ്റിന് പകരം വേറെ വല്ല ഫിനാൻസോ അങ്ങനത്തെ വല്ല ജോബോ ലോട്ടാണ് പോയിരുന്നെങ്കിൽ അത് റിഗ്രറ്റ് ചെയ്തേനെ. പക്ഷെ ഇതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല. ഐ എം ഹാപ്പി എവിടെയാണ് ഞാൻ. അത് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിന് നേരിട്ട് മൈക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ശ്രീധർ ശങ്കർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അലോ ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അയാൻ മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ യു പീപ്പിൾ ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. യാ, അയാൻ മുഹമ്മദ്. Sir, which course is best for math? ഇതിപ്പം എഞ്ചിനീയറിംഗിലെ കാര്യമാണോ ചോദിക്കുന്നത്, അതോ Engineering. ഓക്കെ. മാത്സിന് പറ്റിയതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും കുറച്ചുകൂടി നല്ല. അപ്പോൾ ആ കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെക്കാനിക്കലും നന്നായിരിക്കും, കാരണം അതിലും കുറേ കാൽക്കുലേഷൻസ് ഒക്കെ കാണുമായിരിക്കും. മാത്സ് എന്ന് പറയുമ്പം എഞ്ചിനീയറിംഗ് ഇൻ ജനറൽ എല്ലാത്തിൻ്റെയും ബേസിസ് മാത്സ് ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ ഞാൻ ചെയ്ത എഞ്ചിനീയറിംഗ് IIT ആകെ മാത്സ് ഫോക്കസ്ഡ് അല്ലാതിരുന്നുണ്ടായിരുന്ന ബയോടെക്നോളജി മാത്രമായിരുന്നു. ബാക്കി എല്ലാത്തിലും മാത്സ് ഉണ്ട്. കമ്പ്യൂട്ടറിലായിരിക്കും കുറച്ചുകൂടെ ആവശ്യം തോന്നും. Okay, sir. Sridhar Shankar. Yes. Sir, can I Yeah. ask a question? അനിൽ വിളിച്ചാൽ സാറൊന്നും വിളിക്കാം. ഇപ്പോ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ സാറ് എന്തൊക്കെ ടിപ്സ് തരും? ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ ശ്രീധർ എത്രാം ക്ലാസ്? 7. ഓക്കെ. അപ്പം ഇനി നമ്മളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏതേലും എന്താ പറയുന്ന ഇപ്പോഴത്തെ എൻട്രൻസ് എക്സാംസിനെ കുറിച്ച് എനിക്ക് അധികം അറിയത്തില്ല. IIT ഇപ്പൊ 2 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അഡ്വാൻസ്ഡ് പിന്നെന്താ അതിന്റെ ബേസിക്. അപ്പം അതായിരിക്കും അതാ മെയിൻസ്. കേരള എൻട്രൻസ് ഉണ്ട് ഇപ്പം. കേരള എൻട്രൻസ്, കേരള എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ. അപ്പൊ അത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം കേരള എൻട്രൻസും JEE ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അതിൽ ഫോക്കസ് ചെയ്തിട്ട് മെക്കാനിക്കലിന് ഞാൻ കേട്ടിട്ടുണ്ട് IIT കാൺപൂർ ആണ് മെക്കാനിക്കലിന്റെ അതിന്റെ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പോകേണ്ടെന്നുണ്ടെങ്കിൽ IIT JEE ഫോക്കസ് ചെയ്യുക. കേരള സ്റ്റേറ്റും ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം IIT കിട്ടിയില്ലെങ്കിൽ വേറെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കണമല്ലോ എന്തെങ്കിലും ബാക്കപ്പ് ആയിട്ട്.
IIT തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ IIT എത്താൻ പറ്റും. അപ്പം അതാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ സാർ. യാ നമ്മുടെ സമയം ആൾറെഡി 8 PM ആയിട്ടുണ്ട്. നമുക്കൊരു 10 minutes കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ സർ? ഓക്കെ. യാ നെക്സ്റ്റ് റനീൻ. സാർ ആ സാറേ പിന്നെ ഈ ഹാക്കർ അങ്ങനത്തെ സംഭവമൊക്കെ ആവാൻ ഫസ്റ്റത്തെ എന്തേക്കാരം, ഫസ്റ്റത്തെ ക്ലാസ് അതിനൊക്കെ എന്തേക്കാരം? ഈ ഹാക്കർ എന്ന് പറയുന്നത് ഐ മീൻ അതിൽ നല്ല ഹാക്കറുണ്ട്, ചില ചീത്ത ഹാക്കറുണ്ട്. എത്തിക്കൽ ഹാക്കർ എന്ന് പറയും. അവരൊക്കെയാണ് നമ്മൾ ഈ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുമ്പം അതിന്റെ ഫ്ലോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും അതിലെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് എനിക്കൊന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഹവാസ് പറഞ്ഞല്ലോ, കോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബൂട്ട് ക്യാമ്പ്സ് നടത്തുന്നുണ്ട്. അപ്പം അതിലൊക്കെ പങ്കെടുക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഫീൽഡ്. അപ്പം അതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക, ഈ ബൂട്ട് ക്യാമ്പ്സിലൊക്കെ പങ്കെടുക്കുക. അപ്പം അതാണ് എൻ്റെ അഡ്വൈസ്. യാ അദീവ യശൽ. ഓക്കെ സർ. സർ എപ്പോഴാ ഡിസൈഡ് ചെയ്ത ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണം? അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഈ കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസുമായിട്ട്. അപ്പം അതിനുശേഷമാണ് ഞാൻ ന്യൂക്ലിയറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതും ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ചെയ്യുന്നതും പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫ്യൂവലിൽ ഫോക്കസ് ചെയ്യണമെന്ന് തീരുമാനിച്ചതും. അത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. അതാണ് ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ മാസ്റ്റേഴ്സും PhD ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. കുറെ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫീൽഡിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് തോന്നും, ഏത് ഫീൽഡിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്ന് തോന്നും. ഇപ്പം ഒരു ഡോക്ടർ ഇല്ലേ, ഡോക്ടർ തന്നെ കാർഡിയോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, അങ്ങനെ കുറെ ഇതൊക്കെ ഇല്ലേ. അപ്പം അതേപോലെ നമ്മളിപ്പം ഇവിടെ വന്നതിന് ശേഷം ഓരോ ഫീൽഡ് വർക്ക് ചെയ്ത് ഇതിന് ശേഷമാണ് ന്യൂക്ലിയറിലോട്ട് വരണമെന്ന് തോന്നിയത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാനഡ ചൂസ് ചെയ്തത്? കാനഡ ശരിക്കും ഞാൻ ചൂസ് ചെയ്തതല്ല. കാനഡയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം കാനഡയിൽ ഓപ്പർച്യൂണിറ്റി വന്നു, ആ ഓപ്പർച്യൂണിറ്റി ചെയ്തു. ഓപ്പർച്യൂണിറ്റി വരാൻ കാരണം എൻ്റെ പഴയ സൂപ്പർവൈസർ ആയിരുന്നു, മൂർത്തി സാറ്. അപ്പം അതിനുശേഷം അത് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് ഞാൻ കാനഡയിൽ നിൽക്കാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ഈശാൻ മുഹമ്മദ്. ഈശാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. സാർ, കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസ് ഗവൺമെന്റിന്റെ അണ്ടറിലല്ലേ? അപ്പം സാറിന്റെ സാലറി അക്കോമഡേഷൻ എല്ലാം ഗവൺമെന്റ് ഡയറക്റ്റ് ആണോ? കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവരെ ഫണ്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. പക്ഷേ നമ്മളെല്ലാം ഒരു കോൺട്രാക്ട് കമ്പനിയാണ് ഇത് റൺ ചെയ്യുന്നത് മൊത്തം. പക്ഷെ ഒരു എന്താ പറയുന്ന ഒരു സെമൈ ഗവൺമെന്റ് പോലത്തെ ഒരു സ്ഥാപനമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു 2 വർഷം മുമ്പ് വരെ ഇതൊക്കെ 2 അല്ല, ഒരു 5 വർഷം മുമ്പ് എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. പക്ഷേ ഒരു അക്കോമഡേഷൻ ഒന്നും അവരല്ല നോക്കുന്നത്. അതിന് സാലറിന്ന് തന്നെയാണ് അതൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പൊ സാർ റിസർച്ച് നടത്തുമല്ലേ, അപ്പം അത് PhD കൂട്ടാണോ? അല്ലല്ല, PhD ഞാൻ കഴിഞ്ഞായിരുന്നു. PhD ചെയ്തതായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ. അത് കഴിയുമ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്കൊരു പ്രോജക്റ്റ് കിട്ടിയായിരുന്നു ഈ കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസ് എന്ന്. അപ്പം അതിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്തു, അത് കിട്ടി. അങ്ങനെ. ഓക്കെ സാർ. സാർ 5 years അല്ലായിരുന്നു PhD ഇവിടെ ബ്രിട്ടീഷ് കൊളംബിയ? 5 years ഞാൻ 5 yearsൽ മാസ്റ്റേഴ്സും PhD രണ്ടും കിട്ടിയായിരുന്നു. മാസ്റ്റേഴ്സ് 1.5 years ആയിരുന്നു. അതിനുശേഷം ഒരു 3 years എടുത്തു PhDക്ക്. സാധാരണ PhD ഒരു 4 to 7 years എത്ര വരെ വേണമെങ്കിലും. അപ്പോൾ അത് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും സൂപ്പർവൈസറും ഒക്കെ അനുസരിച്ചിരിക്കും. നമ്മുടെ സൂപ്പർവൈസർ എപ്പോഴാണ് നമ്മൾ PhD ചെയ്യാനുള്ള റിസർച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ തീസിസ് എഴുതി തുടങ്ങും.
എൻ്റെ കാര്യത്തിൽ അത് 3 ഇയേഴ്സിലായിരുന്നു. കാരണം ഞാൻ ചെയ്ത 2 പ്രോജക്റ്റ് റിലേറ്റഡ് ആയിരുന്നു. മാസ്റ്റേഴ്സിൽ ചെയ്തതും PhDയിൽ ചെയ്തതും രണ്ടും ഒരുമാതിരി ഒരേപോലത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. പക്ഷേ മിക്കവരും ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഒരു സബ്ജക്റ്റിൽ പിന്നെ PhD വേറൊരു സബ്ജക്റ്റിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ സമയം എടുക്കും. ഓക്കെ സർ, താങ്ക് യു. So Daniel Selish. സർ ഈ 11th-നും ഏത് ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത് കോഴ്സ്? ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സും അതിലേത് നമ്മൾ എടുക്കേണ്ടത്? ഞാൻ ചെയ്ത സ്കൂളിൽ 2 സ്ട്രീമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ബയോളജി, മാത്സ്, മറ്റേ ഫിസിക്സ് അങ്ങനത്തെ ഇതായിരുന്നു. മറ്റേത് കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയായിരുന്നു. അപ്പം ആകെ ഒരു ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി. എൻ്റെ കാര്യത്തിൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ചൂസ് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ബയോളജി അത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ചൂസ് ചെയ്തത്. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ അങ്ങനത്തെ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാനാണ്. പിന്നെ ഈ മോസ്റ്റ് സ്കോപ്പ് ഏതൊക്കെയായിരിക്കും എഞ്ചിനീയറിംഗിൽ വരുന്നത് ഫ്യൂച്ചറിൽ? എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ ഒരു മെയിൻ ഒരു ഇവോൾവ് ചെയ്യുന്ന ഫീൽഡ്. അപ്പം അതിപ്പം നേരത്തെ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ഇതുള്ളത്. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് അധികം അഫിനിറ്റി ഇല്ലായിരുന്നു. കാരണം ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്ന് കോഡ് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു, പക്ഷെ അത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ലാബിൽ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള കൈകൊണ്ട് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു വർക്കൊക്കെ ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽസ് പോലത്തെ റിസർച്ച് യൂസ് ചെയ്തത്. പിന്നെ വേറെയുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ എനിക്ക് റോബോട്ടിക്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അതിൽ ഞാനിപ്പോ എഞ്ചിനീയറിംഗിൽ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഏതിലായിരിക്കും എടുക്കേണ്ടത്? ഞാൻ IIT കാൺപൂറിൽ മെക്കട്രോണിക്സ് ഭയങ്കര ഒരു ഇതാണെന്ന് കേട്ടിട്ടുണ്ട്. മെക്കട്രോണിക്സ് ആണ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളത്, റോബോട്ടിക്സ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അതാണ്. അവര് അവിടെ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിരിക്കും. IIT മദ്രാസിൽ നല്ലതാണ്. ഞാൻ IIT മദ്രാസിൽ എനിക്ക് റോബോട്ടിക്സിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പക്ഷേ മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിയിൽ അധികം റോബോട്ടിക്സ് ഇല്ല. അതുകൊണ്ട് ഞാനത് ഒരു ക്ലബ്ബ് ഉണ്ട് അവിടെ, അതിൽ ജോയിൻ ചെയ്തു അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യായിരുന്നു. ഇപ്പം മെക്കാനിക്കൽ ആയിരിക്കും നല്ലത്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. അതാണ് റോബോട്ടിക്സിന്റെ ഫീൽഡ്. ഇപ്പോൾ ഈ മെക്കട്രോണിക്സ് BTech-ഉം MTech എടുക്കുന്നത് ആയിരിക്കും നല്ല ചോയ്സ് ആണോ? ആദ്യം BTech വെച്ച് തുടങ്ങുക, എന്നിട്ട് നമ്മൾ അതിൽ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഫ്യൂച്ചറുള്ള ഡിസിഷൻ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. എപ്പോഴും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നന്നായിട്ട് പ്ലാൻ ചെയ്യുക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അത് നാച്ചുറലി വന്നോളൂ. Yeah, next one, Fahmi Hassan, please. Okay, sir. Almost wind up. Yeah. Okay, sir, and the scientist എന്ന് പറയുമ്പോ ആ ലാബിൽ എന്തൊക്കെയാണ് ചെയ്യണത്? അത് എന്താ അവിടെ എന്താ പണി? സോ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇപ്പം ഞാനിപ്പം ഒരു ദിവസം ആദ്യം ഓഫീസിൽ പോവും. എന്നിട്ട് അവിടെ നിന്നിട്ട് ആദ്യം പോയിട്ട് എൻ്റെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്യും ബേസിക്കലി. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടാവും. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അപ്പോൾ എല്ലാവരും കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ളവരും ഒക്കെ ആയിട്ട്. എന്നിട്ട് ലാബിൽ പോവും. ഇപ്പം എൻ്റെ സിറ്റുവേഷനിൽ ഞാനൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ സ്റ്റുഡൻസും ടെക്നീഷ്യൻസിൻ്റെയും കൂടെയാണ്. ടെക്നീഷ്യൻസ് ആണ് ഈ മിക്ക വർക്കും ചെയ്യുന്നത് ലാബിലുള്ളത്. നമ്മൾ അവർക്ക് എന്താ വർക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മളും അത് ചിലപ്പം കൂടെ കൂടും. എന്നിട്ട് കാരണം ഈ വർക്കിലെല്ലാം ഒരാൾക്ക് ചെയ്യാൻ ചില വർക്കെല്ലാം 2-3 ആൾക്കാർ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കാണ്. എന്നിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ 2 കെമിക്കൽ ആഡ് ചെയ്ത്, ഇപ്പം നിങ്ങൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യില്ലേ, 2 കെമിക്കൽ ആഡ് ചെയ്യുമ്പം ഒരു പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവണം അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുമല്ലോ. കണ്ടിട്ട് അത് കണ്ടിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പ്ലാൻ ചെയ്യും. അത് ചിലപ്പം പ്ലാൻ ചെയ്യുന്ന അവിടെ തന്നെ നിന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും ലാബിൽ തന്നെ. എന്നിട്ട് ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ മീറ്റിംഗ് ആയിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആലോചിച്ച് പിന്നെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത്
പിന്നെ തിരിച്ചു വന്ന് ലാബിൽ വന്നിട്ട് ആ എക്സ്പെരിമെന്റ് തന്നെ പുതിയ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. സോ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് സ്യൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് അത്രയ്ക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉള്ള പരിപാടികളൊക്കെയാണോ ഇത്? ചില എക്സ്പെരിമെന്റ്സ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറയുന്നത് യുറേനിയം ആണ്. യുറേനിയത്തിന്റെ പൗഡർ വെച്ച് നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യും. അപ്പൊ യുറേനിയത്തിന്റെ പൗഡർ ഭയങ്കര ഒരു ഹസാർഡസ് ആണ്. കാരണം ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൗഡർ നമ്മുടെ ലങ്സിനകത്തൊക്കെ പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ചില സിറ്റുവേഷനിൽ അങ്ങനെ കാണും. ചില സിറ്റുവേഷനിൽ അത് സോളിഡ് ഫോമിലാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഓരോ എക്സ്പെരിമെന്റിനനുസരിച്ചാണ്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഇശാൽ, റഷൽ, ഉണ്ടെങ്കിൽ വിത്തിൻ 2 seconds നമുക്ക്. എഞ്ചിനീയർ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി പറ്റുക. അതപ്പം അതിൻ്റെ ഒരു കോച്ചിങ് എന്താണ്, എൻട്രൻസ് എക്സാം അതൊക്കെ എഴുതിയെടുക്കുക. പിന്നെ സ്കൂളിൽ എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസോ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് എടുക്കാൻ നമ്മൾ എന്തൊക്കെ പഠിക്കണ്ടേ? എയറോനോട്ടിക്കലാണെങ്കിൽ അതിന് പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് IIT-യിലാകുമ്പം എയറോനോട്ടിക്സിന് ഒരു ക്ലബ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ. ഹലോ സർ. ആ സർ IIT-യിലല്ലേ പഠിച്ചിരുന്നേ? ആ അപ്പൊ സാറിന് എൻട്രൻസിൽ എത്ര റാങ്ക് ആയിരുന്നു? എനിക്ക് JEE-യിൽ അപ്പം ഒരു എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 10,000 അടുപ്പിച്ച് എന്താണ്ടായിരുന്നു റാങ്ക്. കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു, ഓർമ്മയില്ല ഇപ്പം. 10,000 പക്ഷെ അടുപ്പിച്ചായിരുന്നു. ഇപ്പൊക്കെ IIT-യിലൊക്കെ കേറാന് ടോപ്പ് 100 റാങ്ക് ഒക്കെ വേണം എന്നാണല്ലോ. അപ്പൊ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴത്തെ ആക്ച്വലി സിറ്റുവേഷൻ JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ് 2 എക്സാമുകളായിട്ടാണ്. JEE മെയിൻ ക്വാളിഫൈ ചെയ്ത ഓക്കെ കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് എഴുതാം. അതിൽ റാങ്ക് ബേസിൽ ഓക്കെ നമുക്ക് ബ്രാഞ്ചുകൾ, IIT-കളും ആ ബ്രാഞ്ചുകളും നല്ല റാങ്കുകൾ ഉണ്ടെങ്കിൽ നല്ല കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ നല്ല ബ്രാഞ്ചുകൾ കിട്ടും. ആ IIT-കളുടെ റാങ്കിങ് പ്രകാരം നമുക്ക് നല്ല IIT-കളും ചൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സാം ബൈ JEE എന്ന് പറയുന്ന സ്പെഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാമ്പസിനെ കുറിച്ചിട്ടും ബ്രാഞ്ചുകളെ കുറിച്ചിട്ടും JEE-ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. Q&A ആൾമോസ്റ്റ് നമ്മളൊരു ഹാഫ് ആൻ അവർ Q&A തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് അനിൽ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ കാണണം എന്നുള്ളത് നമ്മുടെ കുട്ടികൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഒരു സയന്റിസ്റ്റിനോട് അധികം ഒരു മണിക്കൂറിലധികം തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം കിട്ടി. ഇനി ഇതുപോലത്തെ മറ്റൊരു സെഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അനിലിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഫ്രം ദി സൈഡ് ഓഫ് എക്സാംബിൾ ലേണിംഗ്. അതുപോലെ തന്നെ കുറേ അധികം ചോദ്യങ്ങൾ വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. സാറിന്റെ അനിലിന്റെ വർക്കുകളും റിസർച്ച് പ്രൊജക്ടുകളൊക്കെ നമ്മുടെ കുട്ടികളെ കൂടെ ഇൻഫോം ചെയ്യാം. നമ്മളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ ഷെയർ ചെയ്യാം. സോ പ്രൗഡ് ഓഫ് യു. നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു റിസർച്ച് ഫീൽഡിലൊക്കെ എത്തിയെന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ കനേഡിയൻ ലബോറട്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ എനിവേ എക്സാം ലേണിംഗിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് ഈ ഒരു സെഷന് അറ്റൻഡ് ചെയ്തതിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം ലേണിംഗ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ഒരുപാടധികം സ്റ്റുഡൻസ് ഇതിലുണ്ട്. അല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ 5th മുതൽ 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ സയൻസും മാത്സും ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടീം എന്ന് പറയുന്നതും IITians-ഉം NITians ആൻഡ് ഡോക്ടേഴ്സ് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ടീം ലീഡ് ചെയ്യുന്നത്. IIT മദ്രാസ് ഗ്രാജുവേറ്റ്സ് ആണ് കൂടുതൽ പേരുമായിട്ടുള്ളത്. നമ്മുടെ ബ്ലെൻഡഡ് ലേണിംഗ് മെത്തേഡിലൂടെയാണ് ക്ലാസ്സുകൾ ഉള്ളത്. കുട്ടികൾക്ക് ഷോർട്ട് ലെക്ചേഴ്സ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. അതുമായി ബന്ധപ്പെട്ട ആപ്പ് ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സുകൾ, ടെക്സ്റ്റ് ബുക്സ്, വർക്ക് ബുക്സ്, ഒരു മെന്റർ, ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ അഡീഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലേണിംഗ് ആപ്പ് നമുക്കുണ്ട്. പെർഫോമൻസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ അസസ് ചെയ്യാൻ കഴിയും. ഒരു ലീഡർ ബോർഡ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈവായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനോട് ഇന്ററാക്ട് ചെയ്യാം, നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം.
നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളെ സ്കൂൾ ലെവലിൽ സ്കൂൾ സിലബസ് ഓൾറെഡി കവർ ചെയ്യും. നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസ് CBSE, ICSE, IGCSE എല്ലാ ബാച്ചുകളും സെപ്പറേറ്റ് ബാച്ചുകളായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബേസിക് മാത്ത് കോഴ്സ് ആദ്യം നമ്മുടെ സ്റ്റുഡൻസിന് ബേസിക് ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നത്. JEE 2024 വണ്ടർഫുൾ റിസൾട്ട്സിൽ ആദ്യ ചാൻസിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറെ പേര് IIT മദ്രാസിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ JEE മെയിൻ 3rd റാങ്ക് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡന്റ് ആയിട്ടുള്ള അമൻ റിഷാൽ. അവനിപ്പോ IIT ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് ടോപ്പേഴ്സ് കുറെ പേരുണ്ട്. റീസെന്റ് നടന്നിട്ടുള്ള മാത്ത് ഒളിമ്പ്യാഡിൽ RM റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ നമ്മുടെ 2 സ്റ്റുഡൻസിന് നല്ല അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. IOQM എന്ന് പറയുന്നത് ഒളിമ്പ്യാഡിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡിൽ. അതിൽ 7 പേർക്കാണ് സെലക്ഷൻ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UIMO എന്ന് പറയുന്ന ഒളിമ്പ്യാഡ്, PM ഫൗണ്ടേഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്കോളർഷിപ്പ് എക്സാം, മെറ്റ് ഒളിമ്പ്യാഡ്, മെറ്റീരിയോളജിക്കൽ ഒളിമ്പ്യാഡ്, NSTSE, NewMaths, MSAT, ISRO കണ്ടക്ട് ചെയ്യുന്ന യുവിക എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് കഴിഞ്ഞ 2 വർഷത്തിനടുക്ക് 6 പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ISRO പോലെയുള്ള IAC പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. 4 പേര് അവിടെ ഇന്റേൺഷിപ്പ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. SSLC നമ്മുടെ ബോർഡ് എക്സാമിന്റെ കേസിൽ വരികയാണെങ്കിൽ SSLC ക്ലാസ് 10 CBSE ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, IGCSE ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, USS, NMMS ഇങ്ങനെ തുടങ്ങി കുറേയധികം എക്സാമുകൾ നമ്മുടെ സ്റ്റുഡൻസ് ടോപ്പേഴ്സ് ആണ്. സക്സസ് സ്റ്റോറീസ് എന്നുള്ള പേര് നമ്മൾ ഓരോ മാസവും ഇതുപോലത്തെ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമിന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സോ ഇത്രയാണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് അധികം താങ്ക്സ് അനിൽ. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനോടും അറിയിക്കുകയാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ.